ഹായ് ചങ്കൾ, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖനല്ലേ? എല്ലാവരും സുഖമായിരിക്കട്ടെ. അപ്പോൾ നമ്മൾ ഓണമായിട്ട് ഒരു ടൂറ് പോയി. അതിൻ്റെ ഒരു കാഴ്ചയാണ് നമ്മൾ കാണിക്കാൻ പോണത്. അപ്പോൾ നമ്മൾ എൻ്റെ നാടെ തൃശ്ശൂർ അത്താണിയിൽ നിന്ന് ചെന്നൈക്ക് നമുക്ക് പോകുന്ന വഴി കാഴ്ചകളൊക്കെ കണ്ട് പോകാം. ഇപ്പോൾ എല്ലാവരും പോരാ, നമുക്ക് കാഴ്ചകളൊക്കെ കണ്ട് മടങ്ങി പോരാ. ചെന്നൈ കണ്ട് കറങ്ങി തിരിച്ച് നമുക്ക് പോരാം നമുക്ക്. അപ്പോൾ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ആദ്യമായിട്ട് കാണുന്ന ചങ്കൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടാക്കുക. അങ്ങനെ സുഹൃത്തുക്കളെ, നമ്മൾ പാലക്കാട് കഴിഞ്ഞ് നമ്മൾ തമിഴ്നാട് കേരള ബോർഡർ എത്തി. വണ്ടി നിർത്തി, എല്ലാവരും ഇറങ്ങി. ഇതിൽ കുറേ നേരം ഇരിക്കുന്നത്. അപ്പോൾ ഒരു തണ്ടലൊക്കെ നിർത്തി ഓരോ ചായ കുടിച്ച്, പിന്നെ ഓരോരുത്തർക്ക് ഓരോ കാര്യങ്ങളുണ്ട്, അതൊക്കെ ചെയ്ത് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് കുറച്ച് നേരം നിന്ന്. ഇനിയും നേരം വെക്കുന്നേരം ഇരിക്കേണ്ട വണ്ടിയിൽ. ഇതിലൊക്കെ ഇനി ഭക്ഷണം കഴിക്കാൻ നിർത്തോട്ടോ. നമ്മൾ ഭക്ഷണം കഴിച്ചിട്ടില്ല. നമ്മൾ രണ്ടാമത് യാത്ര തുടർന്ന്. ഇപ്പോൾ എല്ലാവരും നല്ല അടിപൊളി ഡാൻസിലാണ്. നമ്മൾ പാട്ട് മ്യൂട്ട് ചെയ്ത് അതിൽ കോപ്പറേറ്റ് കിട്ടുന്നില്ല. അപ്പോൾ എല്ലാവരും നല്ല സന്തോഷത്തോടെ ഇട്ട് അടിച്ച് പൊളിച്ച് പോകണമാണ്. നമ്മൾ കുറച്ച് ദൂരം കൂടി പോയി ഒരു ഹോട്ടലിന് മുമ്പിൽ വണ്ടി നിർത്തി നമ്മളെല്ലാവരും ഭക്ഷണം കഴിക്കാൻ ഇറങ്ങി. പിന്നെ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞ് പിന്നെ കുറച്ചും കൂടി വീഡിയോ എടുക്കാൻ നിന്നില്ല. പിന്നെ രാത്രിയല്ലേ, പിന്നെ നമ്മൾ ഉറങ്ങി. നേരം വെളുക്കാറപ്പോഴും ചെന്നൈ സിറ്റിയിലേക്ക് എത്തി. അപ്പോൾ ചെന്നൈ നഗരത്തിൻ്റെ കാഴ്ചയായി നമുക്ക് കാഴ്ചകൾ കാണാൻ.
നമ്മളങ്ങനെ ചെന്നൈയിലെത്തി അവിടെ റൂമെടുത്ത് കുളിച്ച് ഫ്രഷായി നമ്മൾ നേരെ മൈലാപ്പൂർ സ്ഥലത്ത് അവിടെ സെൻറ്റ് തോമസിനെ അടക്കം ചെയ്ത കല്ലറയ്ക്ക് മുകളിൽ പണിതൊരു പള്ളിയുണ്ട്. അപ്പോൾ ആ പള്ളി കാഴ്ചകളിലേക്ക് കാണാം നമുക്ക്. അപ്പോൾ പള്ളിയുടെ ഉള്ളിൽ മ്യൂസിയമൊക്കെ ഉണ്ട്, നമുക്ക് അതൊക്കെ കണ്ടിട്ട് വരാം. യേശുവിൻ്റെ ശിഷ്യൻ നീ, ഭാരതത്തിൻ ഭാഗ്യം കണ്ടു കണ്ണിൽ കൊണ്ടു പ്രിയ ഗുരുവിൻ തിരുവിലാവ്. യേശുവിൻ്റെ ശിഷ്യൻ നീ, ഭാരതത്തിൻ ഭാഗ്യം കണ്ടു കണ്ണിൽ കൊണ്ടു പ്രിയ ഗുരുവിൻ തിരുവിലാവ്. വൈകിയില്ല തെല്ലുമവൻ ആത്മാവിൽ പൂരിതനായി അലകടൽ താണ്ടീത അജ്ഞരുടെ നാട്ടിലേക്ക്. വൈകിയില്ല തെല്ലുമവൻ ആത്മാവിൽ പൂരിതനായി അലകടൽ താണ്ടീത അജ്ഞരുടെ നാട്ടിലേക്ക്. അങ്ങനെ പള്ളി മ്യൂസിയത്തിലെ കാഴ്ചകൾ ഇതൊക്കെ തന്നെയാണ്. നമുക്കിനി പള്ളിയുടെ ഉള്ളിലേക്ക് കയറാം. നമുക്ക് ആൾക്കാരെയും ഒക്കെ ഒന്ന് പ്രാർത്ഥിച്ചൊക്കെ വരാം. നമുക്ക് നേരെ പള്ളിയുടെ ഉള്ളിലേക്ക് പോകാം. യേശുവിൻ്റെ ശിഷ്യൻ നീ, ഭാരതത്തിൻ ഭാഗ്യം കണ്ടു കണ്ണിൽ കൊണ്ടു പ്രിയ ഗുരുവിൻ തിരുവിലാവ്. യേശുവിൻ്റെ ശിഷ്യൻ നീ, ഭാരതത്തിൻ ഭാഗ്യം കണ്ടു കണ്ണിൽ കൊണ്ടു. അപ്പോൾ നമ്മൾ ആ പള്ളിത്തെ കാഴ്ചകൾ കണ്ട് ഇനി നമ്മൾ പോണത് ചിന്നമല എന്ന സ്ഥലത്തേക്കാണ്. അത് തോമസ് ലീഗയുടെ അവസാന നാളുകൾ കഴിച്ചു കൂട്ടിയ ഒരു ഗുഹയ്ക്കുണ്ട്. അവിടെ വെച്ചാണ് ആൾ കൊല്ലപ്പെടുന്നത്. ആ പോണ വഴിക്കുള്ള കാഴ്ചകൾ. അപ്പോൾ നമ്മൾ നേരെ ചിന്നമലയിലേക്ക്. നമ്മൾ ചിന്നമല എത്തി. അവിടെ നിന്ന് കുറച്ച് ഇങ്ങോട്ട് നടക്കാനുണ്ട്. അപ്പോൾ ഇവിടെയാണ് തോമസ് ലീഗ പ്രാർത്ഥനയ്ക്ക് ഇരുന്ന സ്ഥലങ്ങളും അതുപോലെ തന്നെ ആൾ മരണപ്പെട്ട സ്ഥലമൊക്കെ ഇവിടെ വെച്ചാണ്. അപ്പോൾ ആ കാഴ്ചകളൊക്കെ നമുക്ക് കാണാം. യേശുവിൻ്റെ ശിഷ്യൻ നീ, ഭാരതത്തിൻ ഭാഗ്യം കണ്ടു കണ്ണിൽ കൊണ്ടു പ്രിയ ഗുരുവിൻ തിരുവിലാവ്. യേശുവിൻ്റെ ശിഷ്യൻ നീ, ഭാരതത്തിൻ ഭാഗ്യം കണ്ടു കണ്ണിൽ കൊണ്ടു പ്രിയ ഗുരുവിൻ തിരുവിലാവ്.
വൈകിയില്ല തെല്ലുമവൻ ആത്മാവിൽ പൂരിതനായി അലകടൽ താണ്ടീത അജ്ഞരുടെ നാട്ടിലേക്ക്. വൈകിയില്ല തെല്ലുമവൻ ആത്മാവിൽ പൂരിതനായി അലകടൽ താണ്ടീത അജ്ഞരുടെ നാട്ടിലേക്ക്. അമർത്യമായ വചനം നിൻമൊഴിയിൽ അനുസ്യൂതമൊഴുകിയെന്നും. ചിന്നമലയിലെ കാഴ്ചകളൊക്കെ കണ്ട് മടങ്ങി നമുക്ക് നേരെ മറീന ബീച്ചിലേക്ക്. നമുക്ക് ബീച്ചിലെ കുറച്ച് കാഴ്ചകൾ കാണാം നമുക്ക്. അപ്പോൾ നേരെ ബീച്ചിലേക്ക് പോകാം. അവിടെ കുറച്ച് കാണാനൊക്കെ ഉണ്ട്. അങ്ങനെ ബീച്ചിലെ കാഴ്ചകളൊക്കെ കണ്ട് സന്ധ്യയായി. ഇന്നലെ റൂമിലേക്ക് പിറ്റേ നേരമ്പടുത്ത് ഒരു ബീച്ചും കൂടിയും പോയി ഞങ്ങൾ. ആ പേര് എന്താണെന്നറിയില്ല. അവിടെ പ്രത്യേകിച്ച് ആൾക്കാരൊന്നും തിരക്കൊന്നുമില്ല, നല്ല വെയിലുമായിരുന്നു. അങ്ങനെ ബീച്ചിലെ കാഴ്ചയൊക്കെ കണ്ട് ഇനി
നേരെ വീട്ടിലേക്കാണ് പോണത്. കുറച്ച് നേരം അവിടെ നിന്നു. അതിൽ പ്രത്യേകിച്ച് അവിടെ കാണാനില്ല. നമ്മൾ സാധാരണ ഇവിടുത്തെ കടപ്പുറം പോലെ തന്നെ. അപ്പോൾ നമ്മൾ ചെന്നൈയിലെ കാഴ്ചകളൊക്കെ കണ്ട് ഇനി നേരെ വീട്ടിലേക്കാണ്. ആൾക്കാർ വണ്ടിക്കുള്ളിൽ ഡാൻസ് കളിയൊക്കെ തുടങ്ങി. നമ്മൾ കാഴ്ചക്കാരായിട്ട് ഒരു സ്ഥലം നോക്കിയിരിക്കുക, ആസ്വദിക്കുക. അപ്പോൾ എല്ലാവർക്കും സന്തോഷമായി, എല്ലാവരും അടിപൊളിയാണ്. ഇനി പോകുന്ന വഴി ഭക്ഷണം കഴിക്കണം, ഉച്ച സമയമായി. അപ്പോൾ ചെന്നൈ സിറ്റി കഴിയാറായി. ഇനി നമ്മുടെ ഗ്രാമപ്രദേശത്തെ കൂടെ യാത്ര. നല്ല അടിപൊളിയായിട്ട് യാത്രക്ക് നല്ല സന്തോഷമായി എല്ലാവർക്കും. അപ്പോൾ നമ്മൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരും. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും ബായ്. ഇനി വണ്ടിക്കകത്ത് ഉറക്കം. നേരം വിളിക്കുമ്പോഴേക്കിനും വീട്ടിലെത്തും. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം കേട്ടോ. ശരി, ഓക്കെ.